അവിടെ ആശുപത്രി മോർച്ചറിക്ക് സമീപം ആ ആംബുലൻസ് ഇപ്പോൾ മൃതദേഹവും വഹിച്ച് ആംബുലൻസ് വീട്ടിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ അവിടെ ചെറിയ തർക്കം ഉണ്ട്. അവിടെ ആംബുലൻസിന് മുന്നിൽ നമുക്ക് കാണാം ചാണ്ടിയുമ്മൻ MLA ഉണ്ട്. അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ജയശങ്കർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ജയ്, എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചാണ്ടിയുമ്മനെ കാണാം, ആ ആംബുലൻസ് പോകാൻ അനുവദിക്കില്ല എന്നാണോ കോൺഗ്രസ്സുകാർ പറയുന്നത്? വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അവിടെ? അതായത് പ്രജിൻ, ഈ ആംബുലൻസിലേക്ക് ബിന്ദുവിന്റെ ഭൗതികദേഹം മാറ്റിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവുമായി എത്തിയത്. ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞത്. ആംബുലൻസ് ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ എന്തായാലും ആംബുലൻസ് തടഞ്ഞത്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകർ പിടിച്ചുമാറ്റി. നിലവിൽ എന്തായാലും ജയശങ്കറിലേക്ക് എത്താൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആംബുലൻസിലേക്ക് ബിന്ദുവിന്റെ മൃതദേഹം കയറ്റി വീട്ടിലേക്ക് പുറപ്പെടാൻ പോകുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധവുമായി അവിടെ രംഗത്തെത്തിയത്. അവിടെ ചാണ്ടിയുമ്മൻ MLA ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുകയാണ്. വലിയ ബലപ്രയോഗം നടക്കുന്നു. ഒരു പ്രവർത്തകനെ പോലീസ് 2-3 പോലീസുകാർ ചേർന്നാണ് ഒരു പ്രവർത്തകനെ പിടിച്ച് മാറ്റി കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ പ്രവർത്തകൻ ഇപ്പോൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ട ദൃശ്യമാണിത്. ആംബുലൻസിന് മുന്നിൽ നിന്നുകൊണ്ട് അവിടെ ചാണ്ടിയുമ്മൻ MLA പ്രതിഷേധിക്കുന്നു. ഒപ്പം മറ്റ് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. അവിടെ പോലീസുകാർ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുന്നു. അവിടെ പിന്നീട് വീണ്ടും സംയമനം പാലിച്ച് ആ ആംബുലൻസ് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ എന്താണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിന് പെട്ടെന്ന് പ്രകോപനമായത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും മറുഭാഗത്ത് വീട്ടിൽ അവിടെ വലിയ സങ്കടഭാരത്തോടെ കുടുംബാംഗങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അവസാനമായി ഈ ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ട് വിട പറയാനായി. അപ്പോൾ ആ സമയത്ത് മൃതദേഹവുമായി കയറ്റിയ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ മോർച്ചറിക്ക് മുന്നിലുണ്ടായത്. ചെറിയ സമയത്തേക്ക് മാത്രമായൊരു സംഘർഷാവസ്ഥ. അവിടെ ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പോലീസുമായിട്ട് ചാണ്ടിയുമ്മൻ അവിടെ സംസാരിക്കുന്നുണ്ട്. ആ സംഘർഷ സാഹചര്യത്തിന് ഇവിടെ അയവ് വന്നിട്ടുണ്ട്. അവിടെ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നു. വലിയ പോലീസ് സന്നാഹം അവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ചാണ്ടിയുമ്മന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക്